കണ്ണീർ നോവായി കല്യാണി. പെറ്റമ്മയുടെ കൈകളാൽ ആഴങ്ങളിൽ പൊലിഞ്ഞ 3 വയസ്സുകാരിക്ക് നാട് യാത്രാമൊഴി നൽകി. അറസ്റ്റിലും കൂസലില്ലാതെ അമ്മ സന്ധ്യ. കുടുംബാംഗങ്ങളടക്കം വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. വിവാഹ സൽക്കാരത്തിനിടെ സാലഡിനെ ചൊല്ലി തമ്മിലടിച്ച് കാറ്ററിംഗ് തൊഴിലാളികൾ. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അടിമുടി ദുരൂഹതയെന്ന് ആരോപണം. കാക്കിയിലേക്ക് സ്വാഗതം. എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ കുട്ടിയുടെ അമ്മ സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ലെന്നും വിശദമായുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു. കുടുംബാംഗങ്ങളടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അമ്മയെന്ന സംരക്ഷണ കരങ്ങൾ കവർന്നതാണ് കല്യാണിയുടെ ജീവിതം. മലയാളിയുടെ ഹൃദയത്തിൽ കണ്ണീർ ചാലൊഴുക്കിയതും കല്യാണിയുടെ ചേതനയേറ്റ ആ മുഖമാണ്. ആ വിഷമതകൾ തെല്ലുമില്ലാതെ ആ പെറ്റ വയറുമായി സന്ധ്യ എന്ന അമ്മ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലിരുന്നത് മണിക്കൂറുകളാണ്. തെല്ലും വിഷമതകളില്ലാതെ പോലീസ് നൽകിയ ഭക്ഷണവും നല്ല ഉറക്കവുമായി സന്ധ്യ രാത്രി സമയം കഴിച്ചുകൂട്ടി. നേരം പുലർന്നതോടെ കഥകളാകെ മാറി. പോലീസിന്റെ ചോദ്യമുനയിൽ സന്ധ്യ ഇരുന്നത് മണിക്കൂറുകൾ. ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തത തേടി പോലീസിന്റെ നിരവധി ചോദ്യങ്ങൾ. എല്ലാത്തിനും ഭാവവ്യത്യാസങ്ങളില്ലാതെ സന്ധ്യ മറുപടി നൽകിയെന്ന് പോലീസും പറയുന്നു. ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് 3 വയസ്സുകാരിയായ കല്യാണിയെ കാണാതാകുന്നത്. കുട്ടിയെ അമ്മ സന്ധ്യ അംഗനവാടിയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വീട്ടിൽ കുട്ടിയുടെ അമ്മ മാത്രം തിരിച്ചെത്തിയതിൽ സംശയം തോന്നിയ വീട്ടുകാർ കാര്യം തിരക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ലെന്നാണ് അമ്മ സന്ധ്യ നൽകിയ ഉത്തരം. അവള് വീട്ടിൽ ചെന്നിട്ട് കൊച്ചില്ലാന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വീട്ടിൽ അമ്മേനെ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവൾ ഞങ്ങളോട് ചൂടാകുവാണ്, കൊച്ചിനെ എന്താ കാണിച്ചതെന്നുള്ള ഞങ്ങളോട് പറയണില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചേച്ചി ഒരു കാര്യം ചെയ്തു, സന്ധ്യയായിട്ട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ സന്ധ്യ കൊച്ചെവിടെയാന്ന് പറയാൻ പറഞ്ഞു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. സന്ധ്യ ഒന്ന് പറ, കല്യാണിനെ നമുക്ക് വേണ്ടേ, കൊച്ചിനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധിച്ച് എനിക്ക് എന്നോട് പറഞ്ഞു ആലുവ വരെ എൻ്റെ കൂടെ കൊച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞു. വീണ്ടും കാര്യം തിരക്കിയപ്പോൾ പരസ്പര വിരുദ്ധമായ ഉത്തരമാണ് സന്ധ്യ നൽകിയത്. ഇതോടെ വീട്ടുകാർ കാര്യം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് കുട്ടിയെ പുഴയിലേക്ക് തള്ളിയിട്ട കാര്യം സന്ധ്യ പറയുന്നത്. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവർ അവിടെ പുഴയിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിന് കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ കുട്ടിയെ പുഴയിൽ നിന്നും കണ്ടെത്തി. ജനം, കൊച്ചി. കല്യാണിയെ അമ്മ സന്ധ്യ മുമ്പും ഉപദ്രവിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. ചെറിയ കുഞ്ഞായിരുന്നിട്ടും വലിയ ഉപദ്രവമായിരുന്നു അമ്മയിൽ നിന്നും ഏൽക്കേണ്ടി വന്നതെന്ന് തിരുവാണിയൂർ പഞ്ചായത്ത് അംഗം ബീന പറഞ്ഞു. കുട്ടിയെ മറ്റാരും അധികമായി ലാളിക്കുന്നത് സന്ധ്യയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. സന്ധ്യയും ഭർത്താവ് സുഭാഷും തമ്മിൽ കാര്യമായ കുടുംബ പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്നും തിരുവാണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CR പ്രകാശും പഞ്ചായത്ത് അംഗം ബീന ജോസും ജനം TVയോട് പറഞ്ഞു. കല്യാണിയുടെ അച്ഛൻ സുഭാഷിൻ്റെ വീടിരിക്കുന്ന തിരുവാണിയൂർ പ്രദേശത്ത് തിരുവാണിയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രകാശ്, അതുപോലെ തന്നെ വാർഡംഗമായ ബീന എന്നിവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള നടപടികൾ കാര്യങ്ങളൊക്കെ തീരുമാനം? ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ബോഡി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പോലീസും സർക്കാരും മറ്റ് സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞാൽ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പൊതുദർശനം അവരുടെ വീട്ടിൽ വെച്ചാണ്. അതിനുശേഷം ഒരു 4 മണിയോട് കൂടി മറ്റേ ഫ്യൂണറൽ എന്നുള്ള നിലയ്ക്കാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്.
മെമ്പർ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വീട്ടുകാർ പറയുമ്പം പ്രത്യേകിച്ച് സന്ധ്യയുടെ വീട്ടുകാർ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടിരുന്നോ? അല്ല, ഞാൻ ഒരു സന്ധ്യ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ വീട്ടുകാരോട് പറയാണ്ട് വിട്ടിട്ട് പോണ പരിപാടി ഉണ്ടായെന്ന് വെച്ചാൽ ഒരു അച്ഛൻ ചേട്ടനിയന്മാർ 3 പേരാണ്. അച്ഛൻ്റെ അനിയന്മാരും പിന്നെ ചേച്ചിയാണെങ്കിൽ തൊഴിലുറപ്പിനുമാണ് അവരുടെ അമ്മ. അപ്പോൾ പിന്നെ അവൾ തന്നെ കൊച്ചുങ്ങളെയും കൊണ്ട് പോകും, തിരിച്ചു പോരും. ഒരു 2-3 മാസം മുമ്പ് ഇതുപോലെ തന്നെ അവൾ കൊച്ചുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് അന്ന് ടോർച്ചിനടിക്കുക അതാണ്ടൊക്കെ ചെയ്തു എന്ന് പറയണു. അപ്പോൾ അന്നേരം അമ്മ അതുകൊണ്ട് കൊച്ചുങ്ങൾ തിരിച്ചു കൊടുക്കൊണ്ടാക്കി കൊച്ചുങ്ങൾ പേടിച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവരമ്മയായിട്ട് ബന്ധപ്പെട്ട് അച്ഛനോടും അമ്മോടൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് വിഷയം ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താണേലും അവളിങ്ങോട്ട് വരാനൊരുങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, കൗൺസിലിംഗ് കഴിയാണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവളൊരു ദിവസത്തോടെ വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷിനെയും സന്ധ്യേനെയും പിന്നെ അവരുടെ അമ്മേനെയൊക്കെ കൂടെ അവിടെ വിട്ടിട്ട് നമ്മൾ കൗൺസിലിംഗ് നടത്തിയായിരുന്നു. കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവരോട് വന്നു, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ പിള്ളേർക്കൊക്കെ ഇവിടെ ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു നാലുകാലം നിങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുഴപ്പമില്ലാതിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവള് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടാക്കി. കൊച്ചുങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെ കാണുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ്റെ പേർക്ക് ഇവളുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു വേണ്ട, അവളോട് തന്നെ നിന്നോട്ടേച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. സുഭാഷ് പറഞ്ഞു. അപ്പോൾ പിന്നെ അനിയന്മാരും സുഭാഷിന് താങ്ങി നിർത്താൻ താല്പര്യമാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് അനിയന്മാരും അമ്മയൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. അപ്പോൾ അവരുടെ അച്ഛൻ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരു സർജറി കഴിഞ്ഞ് വെന്റിലേറ്ററില്ല. അപ്പോൾ അവരൊക്കെ അവിടെയാണ്. അപ്പോൾ സുഭാഷ് ഇന്നലെ ESAയിൽ പോയി അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കി കൊണ്ടുവന്നപ്പോൾ രണ്ടാമത്തെ അനിയൻ അപ്പോൾ പണിക്ക് പോവാതിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അമ്പലമുകളിൽ റിഫൈനറിയിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ വൈകുന്നേരം 6 മണിയായി വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ചേച്ചിനെയും കാണാനില്ല, കൊച്ചിനെയും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്താണ്ട് കുക്കറോ അങ്ങനെ എന്താണ്ട് ശരിയാക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൃപ്പൂണിത്തുറ പോയതായിരിക്കും, ഒരു ബ്ലോക്കൊക്കെ കിട്ടി ബസ് കിട്ടാൻ വൈകിയതായിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരെ കോലഞ്ചേരിയിട്ട് വിളിച്ചു വെച്ചു ഇവർ അമ്മേനെ. അവിടെ ചെന്നിട്ടില്ല. പിന്നെ അപ്പോൾ അവക്കടെ വീട്ടിൽ ആലുവേലുള്ള വീട്ടിലേക്ക് വിളിച്ച് അവിടെയും ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു 6:30 ആയിട്ടും കാണാണ്ടായപ്പോൾ അനിയൻ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു, പരാതി കൊടുക്കാം പോലീസ് പുത്തൻകുരിശിൽ. അപ്പോൾ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞു അവൾ വീട്ടിൽ ചെന്നിട്ടുണ്ട്, കൊച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വീട്ടിൽ അമ്മേനെ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവൾ ഞങ്ങളോട് ചൂടാവുകയാണ്, കൊച്ചിനെ എന്താ കാണിച്ചതെന്നുള്ള ഞങ്ങളോട് പറയണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചി ഒരു കാര്യം ചെയ്തു, സന്ധ്യയായിട്ട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അവർ സന്ധ്യ കൊച്ചെവിടെയാണെന്ന് പറയാൻ പറഞ്ഞു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. സന്ധ്യ ഒന്ന് പറ, കല്യാണിനെ നമുക്ക് വേണ്ടേ, കൊച്ചിനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആലുവ വരെ എൻ്റെ കൂടെ കൊച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അനിയൻ. അപ്പോൾ അവനോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പോലീസുകാരെല്ലാവരും കൂടി നേരിട്ട് ആലുവയിലേക്ക് പോയി പരിശോധനയൊക്കെ നടത്തിയത്. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ സന്ധിക്കുള്ളതായിട്ട് എപ്പോഴെങ്കിലും അങ്ങനെയൊന്നും ഇതുവരെയായിട്ടും ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. സാധാരണഗതിയിലുണ്ടാകുന്ന ഒരു സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും, അതാണ് ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ കൗൺസിലിംഗ്, ഇപ്പോൾ മെമ്പർ പറഞ്ഞ പോലെ കൗൺസിലിംഗ് സംബന്ധിച്ചൊക്കെ നടത്തിയപ്പോഴൊന്നും ഈ കുട്ടിക്ക് അങ്ങനെ മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ ഒരു പക്വത കുറവ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കുട്ടികളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികളെ മറ്റുള്ളവർ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളത്, അമ്മയേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ എന്നാൽ കുട്ടിയെ അല്ലെങ്കിൽ ഒരു പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തന്നെ ജീവനൊടുക്കുകയോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് ചെയ്യേണ്ടത്. ഈ കുട്ടിയാണ് ഇടയ്ക്ക് ഈ ഇവരുടെ ഒരു പ്രശ്നമായി തോന്നിയത്, അതായിരിക്കണം അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൺകുട്ടിയോട് അത്രയും വിഷയമല്ലേ, കല്യാണിയോടാണ്. കല്യാണി അച്ഛന്മാരെ അനിയൻ്റെ കൂടെമാരെ എല്ലായിടത്തും പോകും, എല്ലാം മേടിച്ചു കൊടുക്കും. എന്നുവെച്ചാൽ ഇവർ കുടുംബത്തിലൊരു പെങ്കൊച്ചുണ്ടായപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഏരിയയിലുള്ള എല്ലാവർക്കും ആ കൊച്ചിനെ അതുപോലെ പൊന്നുപോലെ കൊണ്ടു നടക്കണം ഉച്ചയ്ക്ക്. അപ്പോൾ ഇവൾ എന്നോട് പറയാറുണ്ട് കൊച്ചുങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ, എൻ്റെ ഇടയ്ക്കായിട്ട് അങ്ങനെ വന്നിരിക്കില്ല എന്ന് വെച്ചാൽ അതുപോലെ ഇവർ സ്നേഹിച്ച് കൊണ്ടുകിടന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ഒരു പെട്ടെന്ന് അങ്ങ് പോയതായിരിക്കും, ആരും വീട്ടിലില്ലാത്ത സമയം നോക്കി പോയതായിരിക്കും. സന്ധ്യ നേരത്തെയും കുട്ടികളെ ഇതുപോലെ ഉപദ്രവിച്ചു, പ്രത്യേകിച്ച് കല്യാണിയെ, അതായത് മറ്റാരും കല്യാണിയെ അധികമായി സ്നേഹിക്കുന്നതോ ലാളിക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടമല്ലാത്തൊരു പ്രകൃതമായിരുന്നു സന്ധ്യയ്ക്ക് എന്നത് തന്നെയാണ് ഇവരെല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നത്. എന്താ തന്നെയായാലും ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ക്യാമറമാൻ സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. കൊല്ലം പോളയത്തോടെ ലഹരി മാഫിയയുടെ വിളയാട്ടം. വീട്ടിൽ കയറി യുവതിയെയും കുടുംബത്തെയും ലഹരി സംഘം ക്രൂരമായി ആക്രമിച്ചു. നിരവധി വീടുകളും കടകളും വാഹനങ്ങളും സംഘം അടിച്ചു തകർത്തു. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
പോളയത്തോടിലെ കടകളും അതോടൊപ്പം തന്നെ വീടുകളും ലഹരി സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമിച്ചത്. 5 പേരോളം വരുന്ന ആളുകളാണ് ഇവിടെ എത്തി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്നാണ് ഈ വീട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അതായത് ഈ വീടിൻ്റെ മതിലൊക്കെ തന്നെ നമുക്ക് കണ്ടാലറിയാം, അതൊക്കെ തന്നെ ചവിട്ടി പൊളിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇവർക്കൊരു ജ്യൂസ് കടയുണ്ട്, ആ ജ്യൂസ് കടയും അതോടൊപ്പം തന്നെ അടുത്തുണ്ടായിരുന്ന മറ്റ് കടകളും ഓട്ടോറിക്ഷ ഉൾപ്പെടെ തകർത്ത ഒരു സാഹചര്യമാണുള്ളത്. 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 7 മണിയോട് അടുപ്പിച്ച് എന്തായിരുന്നു തുടക്കം ഒരു മദ്യവും MTM-ഉം എല്ലാം ചെയ്തിട്ട് വന്ന് ഇത് അടിച്ച് പൊട്ടിച്ചിട്ടാണ് അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മോളെ വീടിൻ്റെ മുമ്പിൽ വെച്ചാണ് സംഭവം. ഒരു കൊച്ചിനെ അടിച്ചിട്ട് കണ്ടുകൊണ്ട് എൻ്റെ മോള് ചോദിച്ചു എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരത്തേക്ക് മരുമോൻ വന്നു കയറി സാധനമായിട്ട്. ആ മരുമോൻ പറഞ്ഞു ഗേറ്റൊന്നും ചവിട്ടി പിടിക്കില്ല, ഇറങ്ങടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മരുമോനെ സംഘം ചേർന്ന് അടിക്കുകയായിരുന്നു. അടി കണ്ടുകൊണ്ട് ഞാൻ വണ്ടിയായിട്ട് വരുമ്പോഴാണ് എൻ്റെ മോളെ നിലവിളി കേട്ടുകൊണ്ട് ഞാൻ ഓടി ചെല്ലുമ്പോൾ എന്നെ എടുത്തിട്ട് അടിച്ചത്. തീർച്ചയായും വീടിനുള്ളിൽ കയറിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് സഖിയേട്ടാ മക്കളെ പെറ്റീഷൻ കൊടുക്കാനും പേടിയായിരുന്നു. ഇവന്മാർ രാത്രികാലങ്ങളിൽ വന്ന് എന്തെങ്കിലും ചെയ്യോ, ആണും തൂണുമില്ല കിടക്കുന്നതല്ലേ, ആ ഒരു പേടി നമ്മുടെ ഉള്ളിലുണ്ട്. നേരത്തെ ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗമൊക്കെ ഇവിടെ ഉണ്ട്. അതിന് ഇവിടെ ഉള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ ആക്രമിച്ചിട്ടുണ്ട് വീടിനുള്ളിൽ കയറി. ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന വഴിക്കാണ് ഈ നമ്മളെ ഗേറ്റിനിട്ട് ചവിട്ടിയത്. അപ്പോൾ ഈ കൊച്ചിങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഈ ഗേറ്റിന് ചവിട്ടിയത് എന്താണെന്ന് ചോദിച്ചിട്ടായിരിക്കും കുഞ്ഞിനെ ആദ്യം അടിച്ച്. അപ്പം ഞങ്ങൾ അന്നേരത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചാൽ എന്തുവാ നീ കാണിക്കുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ഹസ്ബൻഡ് വരുന്നു. ആ ഹസ്ബൻഡ് വന്ന് നീ എന്തുവാ കാണിക്കുന്നത്, ഇങ്ങനെ പറ്റത്തില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞതിന് ഞങ്ങൾ ഇക്കായ ആദ്യം ഇങ്ങനെ കൈക്ക് ചുണ്ട് വെച്ച് ഇടിച്ചവൻ പുറത്തോട്ട് കൊണ്ടുവന്ന് ഇവന്മാർ മറ്റേ നൗഫൽ എന്ന് പറയുന്നവൻ പിടിച്ചു വയ്ക്കുകയും ഇബിനു ഇടിക്കുകയും ചെയ്തു. ഇടിച്ചോണ്ട് നിന്ന് നമ്മൾ പിടിച്ച് മാറ്റാൻ നിന്നതിന് എന്നെ അവിടെ കിടന്ന മടലെടുത്ത് എൻ്റെ തലയ്ക്കും ആദ്യം ഒരു വട്ടം അടിച്ച് പിന്നെയും രണ്ടാമതും അടിച്ച്. ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ തന്നെയാണ്? ഇവിടുത്തെ പിള്ളേരാ ഈ 4 പേര്. പിന്നെ ഇവരുടെ കൂടെ തന്നെ വേറെ ഈ MTM-ഉം കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മറ്റു സ്ഥലത്തുനിന്ന് വരുന്ന പിള്ളേരും ഇവിടെ ഉണ്ട്. ഇവർക്കൊക്കെ പരിചയമുള്ള ആളുകൾ തന്നെയാണ്, സാമൂഹ്യ വിരുദ്ധരാണ് എന്നുള്ളതാണ് നാട്ടുകാർ ഒന്നാകെ പറയുന്നത്. അവരാണ് ഈ വീടുകളിലും കടകളിലുമൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ളത്. ജനം, കൊല്ലം. കണ്ണൂർ പയ്യാവൂർ കാഞ്ഞിരക്കുള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. മടത്തേടത്ത് വീട്ടിൽ നിതീഷ് ബാബുവിനെയാണ് ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊന്നത്. ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. ആക്രമണശേഷം പ്രതികൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് 12:30യോടെ വീട്ടിലെത്തിയ അക്രമികൾ വാക്ക് തർക്കത്തെ തുടർന്ന് വാക്കത്തിയെടുത്ത് നിതീഷിനെ വെട്ടുകയായിരുന്നു. ഇത് തടയാനെത്തിയ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. നിതീഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ ശ്രുതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് ഗുരുതരമല്ല. വീടിന് സമീപത്ത് ആയുധ നിർമ്മാണത്തിനുള്ള ആല നടത്തുന്നയാളാണ് നിതീഷ്. സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ബൈക്കിലെത്തിയവർ മുൻപും ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇവരെ വീട്ടുകാർക്ക് പരിചയമുണ്ടെന്നുമാണ് വിവരം. ചികിത്സയിൽ കഴിയുന്ന ശ്രുതിയുടെ മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. നിതീഷിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊലയ്ക്ക് ശേഷം ബൈക്കിൽ കയറി രക്ഷപ്പെട്ട അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പയ്യാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, കണ്ണൂർ. കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. പത്തനംതിട്ട കോയിപ്രം വരയന്നൂർ സ്വദേശി KM സുരേഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് 6-ാം ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരമാസകലം മർദ്ദനമേറ്റതായി പരാമർശമുണ്ട്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. കഞ്ചാവ് ബീഡി വലിച്ചു എന്ന സംശയത്തിൽ മാർച്ച് 16-ാം തീയതിയാണ് സുരേഷിനെ കോയിപ്രം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച ഇയാളെ 19-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യാൻ പിടിപ്പിച്ചു. പിന്നീട് മാർച്ച് 22-ന് കോന്നിയിലെ ആളൊഴിഞ്ഞ തോട്ടത്തിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സുരേഷിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞതായും
ശരീരമാസകലം അടിയേറ്റ പാടുകളുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോലീസ് ക്രൂരമായി ഉപദ്രവിച്ചുവെന്ന് സഹോദരൻ സണ്ണിയുടെ ആരോപണം. അവിടെ മുതൽ അതിൻ്റെ മീനെ ഞാൻ ഉൾപ്പെടെ അന്ന് ബോഡി അയച്ചത് ആ ചെറുപ്പം അന്നേരം മുതലുള്ള നമുക്ക് അംശമുണ്ട്. അതായത് ശരിക്കും മർദ്ദനമുണ്ട്. ആര്യയിലും അവിടെ ചന്തിക്കും കണ്ണിൻ്റെ ഇടത്തെ കണ്ണിൻ്റെ മേൽഭാഗത്തും എല്ലാം അടിയുടെ ഇത് മർദ്ദനമുണ്ട്. ശരി ഉപദ്രവത്തിൻ്റെ ഇതുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ കാര്യം നൽകിയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് അതിനകത്ത് അന്നും എനിക്കുണ്ട്. ഞാൻ അന്നേരം ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് ഫോട്ടോ എടുക്കാൻ നടന്നിട്ട് പോലീസുകാർ പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ കോപ്പി വേണം പിന്നെ തരാം. നമ്മുടെ ഫോട്ടോ എടുക്കാനും സമ്മതിച്ചിട്ടില്ല. സുരേഷിന്റെ മൊബൈൽ ഫോൺ കാണാതായതിലടക്കം പല കാര്യങ്ങളിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ടെന്ന് സഹോദരൻ പറയുന്നു. ഫോണ് മിസ്സായിരിക്കുക. ഫോൺ ഇപ്പോൾ വരെ എൻ്റെ കയ്യിലില്ല. മരച്ച ബോഡിയിലും ഇല്ലായിരുന്നു. പോലീസുകാർ പിടിച്ചു കഴിഞ്ഞ ശേഷമാണ് അല്ല ഈ ഫോണും ഇല്ല. ഈ ഫോണ് എവിടെയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. ഈ വന്നവരാണെന്ന് അറിയണം. ഇത്രയും ഒരു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാരണം അവനെ സംബന്ധിച്ചില്ല. എന്നുവെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള യാതൊരു ഇടപാടും മറ്റും ബുദ്ധിമുട്ടുകളില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദന വിവരങ്ങൾ ഉണ്ടായിട്ടും ആത്മഹത്യ മാത്രമാക്കി സംഭവം ഒതുക്കാൻ പോലീസ് ശ്രമം നടക്കുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത്. സംഭവത്തിൽ കോയിപ്പുറം പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ജനം, പത്തനംതിട്ട. പാലക്കാട് വേലന്താവളത്ത് തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പണവും സ്വർണവും പിടികൂടി. 70 ലക്ഷം രൂപയും 200 ഗ്രാം സ്വർണവുമാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. കോയമ്പത്തൂർ സ്വദേശികളായ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. വേലന്താവളത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പണവും സ്വർണവും പിടികൂടിയത്. 70 ലക്ഷം രൂപയും 200 ഗ്രാം സ്വർണവുമാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. കോയമ്പത്തൂർ സ്വദേശികളായ സാഗർ, മണികണ്ഠൻ, സന്ദീപ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. പ്രത്യേകമായി നിർമ്മിച്ച അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചായിരുന്നു സ്വർണവും പണവും കടത്താൻ ശ്രമിച്ചത്. പിടിയിലായവർ സ്ഥിരം കുഴൽപ്പണം കടത്തുന്നവരാണോ എന്നുൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ജനം, പാലക്കാട്. ഇടുക്കി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങി പോലീസ്. കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള വിദഗ്ധരുടെ സേവനം തേടാനാണ് തീരുമാനം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസിന്റെ നീക്കം. അതേസമയം 4 പേരുടെയും മരണത്തിൽ ദുരൂഹത നീക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയും രംഗത്തെത്തി. കഴിഞ്ഞ 10-ാം തീയതിയാണ് പണിക്കൻകുടിക്ക് സമീപം കൊമ്പൊടിഞ്ഞാലിൽ ചെള്ളിപ്പടവ് വീട്ടിൽ ശുഭ, മാതാവ് പൊന്നമ്മ, മക്കളായ അഭിനവ്, അഭിനന്ദ എന്നിവരെ വീടിന് തീപിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ KSB ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതല്ല എന്ന് കണ്ടെത്തി. ഇതോടെയാണ് വിദഗ്ധരായ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ആവശ്യപ്പെട്ട് ഇടുക്കി DYSP സംസ്ഥാന പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകിയത്. ഈ ആഴ്ചയിൽ തന്നെ കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയേക്കും. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും തീപിടുത്തത്തിന്റെയോ മരണങ്ങൾ സംബന്ധിച്ചുള്ള കാരണങ്ങളിലോ വ്യക്തതയില്ലാത്തത് പ്രദേശവാസികളിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഇടുക്കി SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത തല ഉദ്യോഗസ്ഥർ ആ വിഷയം ഈ കേസ് പഠിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. പൊതുജനങ്ങൾക്കിടയിൽ നല്ല ആശങ്കയുണ്ട്, ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെയൊരു മരണമോ കാര്യങ്ങളോ അടുത്ത പ്രദേശത്ത് നടന്നിട്ടില്ല. ഒറ്റപ്പെട്ട മേഖലയാണ് ഈ മേഖല. സമഗ്രമായ ഒരു അന്വേഷണം ഇടുക്കി പോലീസ് മേധാവിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം.
അതേസമയം ജില്ലാ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ നിന്നും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകുമെന്ന നിഗമനവും പോലീസിനുണ്ട്. ജനം, ഇടുക്കി. കോഴിക്കോട് ഗോശാലയിൽ ആക്രമണം നടത്തിയ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഡയറി ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ മാസം 4-ാം തീയതിയാണ് ഗോശാലയിൽ അതിക്രമിച്ചു കയറി പശുക്കളെ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പൊള്ളിച്ചത്. വെങ്കിടേശ്വര സുപ്രഭാതം വെക്കുന്നതിന്റെ വിരോധത്തിൽ ഗോശാലയിൽ വൃത്തിയില്ലെന്നാരോപിച്ചാണ് അതിക്രമം. ഗർഭിണിയായ പശുവിനടക്കം 7 പശുക്കളെയാണ് ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പൊള്ളിച്ചത്. ഫാം ഉടമ ഡാനിഷ് മജീദ് അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളും പ്രതികളുടെ പേരുമടക്കം നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. പോലീസിന് കൃത്യമായ തെളിവുകൾ, രാത്രി നടന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് CCTV റിക്കവറി ചെയ്ത് പോലീസിന് കൊടുത്തിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. 4-ാം തീയതി പരാതി കൊടുത്ത FIR ഇടുന്നത് തന്നെ 16-ാം തീയതി എങ്ങാണ്ടാണ്. അതുവരെ ഓല് പറഞ്ഞത് ട്രസ്പാസിന് കേസെടുക്കാം. ഞാൻ പറഞ്ഞ ട്രസ്പാസ് അല്ലല്ലോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ട്രസ്പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മൃഗങ്ങൾക്കെതിരെ നടത്തിയ ക്രൂരതയ്ക്ക് മൃഗങ്ങൾക്കെതിരെയുള്ള ഒഫൻസ് തന്നെയാണ്. അങ്ങനെ ഞാൻ SP പരാതി കൊടുക്കുകയും SP അതിൻ്റെ മുകളിൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്ഷീരകർഷകരെയും പശുക്കളെയും അണിനിരത്തി പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ നേതൃത്വം പറഞ്ഞു. 50 ഏക്കർ ഭൂമിയിലേക്ക് ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിനെതിരെ, ഈ പ്രത്യേകിച്ച് ഒരു യുവ ക്ഷീര കർഷകനെതിരെ വന്നിട്ടുള്ള ഈ അതിക്രമം, ഈ അദ്ദേഹത്തിൻ്റെ മിണ്ടാപ്രാണികളോട് ചെയ്തിട്ടുള്ള ഈ അതിക്രൂരമായ ഈ അക്രമത്തിനെതിരായിട്ട് പ്രതിഷേധിക്കുക എന്നുള്ളത് ജില്ലാ DFIയുടെ കമ്മിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ പ്രവണത ഇനി മേലാൽ മറ്റ് പ്രദേശങ്ങളിലേക്കും വരാതിരിക്കാനുള്ള ഒരു സൂചന കൂടിയാണ് ഈ ഇന്നത്തെ സമരം. അജ്മൽ, ജുനൈസ്, ഷമീർ എന്നിവർക്കെതിരെയാണ് ഫാം ഉടമ പരാതി നൽകിയിരുന്നത്. ഇവർ പോലീസ് സ്റ്റേഷന്റെ 150 മീറ്റർ പരിധിയിൽ താമസിക്കുന്നവരാണ്. പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന വിമർശനമാണ് ഉയരുന്നത്. പശുവുമായി നടന്ന പ്രതിഷേധ മാർച്ചിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ജനം, കോഴിക്കോട്. ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവരും ജീവനക്കാരും തമ്മിൽ സംഘർഷം. ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ ഇരു കൂട്ടർക്കും പരിക്കേറ്റു. പോലീസ് എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇരു വിഭാഗങ്ങളുടെയും പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന പുളിയമല റൂട്ടിൽ പ്രവർത്തിക്കുന്ന അമ്പാടി ഹോട്ടലിലാണ് സംഭവം നടന്നത്. വിവാഹ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയിലെത്തിയ മ്ലാമല സ്വദേശി ഷംസും കുടുംബവും ഉച്ചയോടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി. ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ജീവനക്കാരൻ മോശം പദപ്രയോഗം നടത്തിയെന്നും ചോദ്യം ചെയ്തതോടെ ഹോട്ടൽ ജീവനക്കാർ കൂട്ടമായി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് ഷംസിന്റെയും കുടുംബത്തിന്റെയും പരാതി. രണ്ടാമത് നമ്മൾ ചോറ് ചോദിച്ചപ്പോഴത്തേക്കും വാപ്പാക്കൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ ടേബിളിൽ കിട്ടി, വാപ്പാക്കൊന്നും കിട്ടിയില്ല. ചോദിച്ചപ്പോഴത്തേക്കും നിക്ക് തൊലയാതെ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പം നമ്മൾ ഒന്നും മിണ്ടിയില്ല. പുള്ളി തിരിച്ചു നിന്നിട്ട് ചോറ് ഇട്ട് വന്നപ്പോൾ ചേട്ടാ അതെന്ത് വർത്താനോ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് നല്ലൊരു തെറിയും കൂടെ പറഞ്ഞു. അത് ചോദിച്ചപ്പോഴത്തേക്കും വാപ്പാനെ പറഞ്ഞത് ഞങ്ങൾ മക്കൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റ് പോയി ചോദിച്ചു. അപ്പോഴും അടിയോ പിടിയോ ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ് ആൾക്കാരില്ല, അത് ഒച്ചപ്പാടും വെള്ളമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ പതുക്കെ വെളിയിലോട്ട് ഇറക്കി കൊണ്ടുപോയിട്ട് ഞങ്ങളെ തിരിച്ച് കയറി വന്നു. തിരിച്ച് കയറി കൈ കഴുകിയിട്ടില്ലായിരുന്നു. കൈ കഴുകാൻ വേണ്ടി കയറി വന്നാൽ ഉമ്മ അകത്തായിപ്പോയി. ഉമ്മാനെയും പിടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഒരു ഷട്ടർ അടച്ച് അവിടുത്തെ കുറേ സ്റ്റാഫുകളുണ്ടായിരുന്നു. എല്ലാവരും വലിച്ചു അടിച്ചു. എന്നാൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തോട് മോശമായി സംസാരിച്ചിട്ടില്ല എന്നാണ് ഹോട്ടൽ ജീവനക്കാരൻ പറയുന്നത്.
തിരക്കുള്ള സമയത്താണ് ഇവർ എത്തിയത്. ആവശ്യപ്പെട്ട ഭക്ഷണം ഇവർക്ക് നൽകിയതിനു ശേഷം വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ നൽകിയ ഭക്ഷണത്തിൽ കറി കുറവായിരുന്നുവെന്ന് പറഞ്ഞ് യാതൊരു പ്രകോപനവും കൂടാതെ ഭക്ഷണം കഴിക്കാനെത്തിയവർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ജീവനക്കാരൻ പറയുന്നത്. ഇവർക്ക് ഞാൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞു. പുളിശ്ശേരി എടുത്ത് കൊടുത്തപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കറി പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട് കറി എടുത്ത് കൊടുത്തു. ഞാൻ ചോറ് വേണമെന്ന് പറഞ്ഞു. ഇവർ എന്നെ തെരുതര ഇങ്ങനെ ഓടുകയും ഞാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും പറഞ്ഞു ഞാൻ ഇവരെ തെറി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കയറി അടിക്കുകയത്. ആക്രമണത്തിൽ ഹോട്ടലിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരുന്ന മറ്റുള്ളവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ഇരു കൂട്ടരുടെയും പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി കട്ടപ്പന പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹോട്ടൽ താൽക്കാലികമായി അടച്ചിടാനും പോലീസ് നിർദ്ദേശം നൽകി. ജനം, ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.